നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ആദ്യമേ ഒരു സോറി, രാവിലെ എനിക്ക് അപ്ഡേറ്റ് ഒന്നും തരാൻ പറ്റില്ല, കുറച്ച് തിരക്കായിപ്പോയി. എന്താണ് നമ്മുടെ എപ്പിസോഡ് റിവ്യൂ ആണ്. ഞാൻ കുറെ ലൈവൊക്കെ കണ്ടായിരുന്നു, പക്ഷെ വീഡിയോ ഇടാൻ പറ്റിയതില്ല. അപ്പോൾ ഇന്ന് ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. മെയിനായിട്ട് ജിൻഡയുടെ കരച്ചിൽ, ജിൻഡയുടെ നുണപറച്ചിൽ, ജിൻഡ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നത്, ഈ പറയുന്ന നമ്മുടെ ഗബ്രിയുടെ പിന്നീട് ഡബിൾ ഫേസ്, ഈ നോറയുടെ കരച്ചിൽ, നോറയുടെ ഡബിൾ ഫേസ്, അതിനെ കൂടെ ഏറ്റവും ഉപരിയായിട്ട് ജാൻമണി എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവം, അവളേതോ മറ്റവളാണ് എന്നുള്ള രീതിയിലുള്ള സ്വഭാവം, അതിനെ കുറിച്ചൊക്കെ സംസാരിക്കും. ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുത്തെടുത്ത് സംസാരിക്കണമെന്ന്. തുടക്കം തന്നെ ഇന്നത്തെ അടിപൊട്ടുന്നത് മോർണിംഗ് ആക്ടിവിറ്റിയിലാണ്. മോർണിംഗ് ആക്ടിവിറ്റിയിൽ നമ്മുടെ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ഇതായിരുന്നു: ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് ഇവിടെ നിങ്ങൾ ആർക്കൊക്കെ വിടണം, ആർക്കൊക്കെയാണ് ഈ പറയുന്ന ജൂനൈൽ ഹോമിലേക്ക് പോകാൻ നിങ്ങൾക്ക് താല്പര്യം, അവരുടെ കുറ്റങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പേരുകൾ പറയുക എന്നുള്ളതാണ്. പലർക്കും പല പേരുകളും പറഞ്ഞു. അവിടെ നോറ വന്നിട്ട് പേര് പറയുന്നു, ജാസ്മിന്റെ പേര് പറയുന്നു, രണ്ടാമത് എനിക്ക് തോന്നുന്നു ഗബ്രിയുടെയാണോ അതോ എനിക്ക് തോന്നുന്നു ജാൻമണിയുടെ രണ്ടുപേരെ പേര് പറയുന്നു. ഈ പറയുന്ന എല്ലാവരും ഹൈജീനിന്റെ കേസ്, അതായത് ഈ പറയുന്ന ആരാണ് നമ്മുടെ ജാസ്മിന്റെ ഹൈജീന്, തുമ്മൽ ചായയും മൂക്കള ചായയൊക്കെ കൊടുക്കുന്ന ജാസ്മിനെ എല്ലാരും കൂടി എടുത്തിട്ട് അലക്കുന്നുണ്ട്. അവിടെ തിരിച്ച് ജാസ്മിൻ വന്ന് നോറക്കിട്ട് അലക്കുന്നുണ്ട്. നീ എന്നെ ഹൈജീൻ പറയുന്നുണ്ട്, പേനിന്റെ സംഭവം നിനക്ക് എപ്പോഴും, എനിക്ക് ഒറ്റ തലയിൽ പേനുണ്ട് എന്ന് പറഞ്ഞൊക്കെ അടുത്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നോറയും ഈ പറയുന്ന നമ്മുടെ ജാൻമണിയും അവർക്ക് ആരെ വേണോ എന്ത് വേണോ പറയാം, പക്ഷെ തിരിച്ചു പറയുമ്പോൾ അവർക്ക് അങ്ങോട്ട് പൊള്ളും. നോറയുടെ ഒക്കെ മുഖം ഇരിക്കണ കാണാം. അതായത് നോറ ആരെങ്കിലും കുറ്റപ്പെടുത്തി പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ നോറയ്ക്ക് അങ്ങോട്ട് പൊട്ടും, പക്ഷെ നോറ എന്ത് തോന്നിയാസവും വിളിച്ച് ആരെ കുറിച്ച് വേണോ സംസാരിക്കും എന്നുള്ളതാണ്. ഇവിടെ അടിപൊട്ടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജിൻഡോ, നമ്മുടെ മല്ലയ്യൻ, നാക്കെടുത്ത നുണ മാത്രം പറയുന്ന മല്ലയ്യൻ. ഇവിടെ എല്ലാരും പറയുന്നുണ്ട് ജിൻഡയെ എല്ലാരും കൂടി ചേർന്ന് ഒറ്റപ്പെടുത്തി ഒരു രാജാവാക്കുമോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാം. ജിൻഡോ രാജാവാകുമോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോ ജിൻഡ വന്നിട്ട് ഈ പറയുന്ന നമ്മുടെ നോറയുടെ കേസ് പറഞ്ഞപ്പോൾ, നോറയുടെ അല്ല, നമ്മുടെ റസ്മിന്റെ കേസ് പറഞ്ഞത് റസ്മിൻ എന്ത് ചെയ്തു, ഈ പറയുന്ന ലാലേട്ടനെ ഡിസ്റെസ്പെക്ട് ചെയ്തു സംസാരിച്ചു. അങ്ങേര് എന്തൊക്കെയായാലും അങ്ങേര് എനിക്ക് ഇതിന് ഉത്തരം തന്നേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ എല്ലാവരും കേൾക്കെ സംസാരിച്ചു. അത് ഇങ്ങനെ ഇത്രയും വലിയൊരു മഹാനടന്റെ മുമ്പിൽ അയാൾക്ക് ബഹുമാനം കൊടുക്കാതെ സംസാരിച്ചത് തെറ്റാണ് എന്ന് പറയുന്നതിനോടൊപ്പം ജിൻഡ പറഞ്ഞ മറ്റൊരു കേസുണ്ട്. നീ വന്ന വീട്ടുകാരല്ലെങ്കിൽ നിന്റെ പ്രദേശം അല്ലെങ്കിൽ നിന്റെ ലൊക്കാലിറ്റി അല്ലെങ്കിൽ നീ വരുന്ന സ്ഥലത്തിലുള്ള അതിന്റെ കുണമാണ് നീ ഇവിടെ കാണിക്കുന്നത് എന്നുള്ള ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ജിൻഡ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ഇവൾക്ക് ഇത്തിരി മുട കൂടുതലാണ്, ഇവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. ഈ പറയുന്ന റസ്മിന് നല്ല അഹങ്കാരമുണ്ട്, മനസ്സിലായോ? നല്ല രീതിയിൽ അഹങ്കാരമുണ്ട്. അത് നമ്മൾ എപ്പിസോഡിൽ കണ്ടത് തന്നെയാണ്. ലാലേട്ടന്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ അവളുടെ അഹങ്കാരവും അല്ലെങ്കിൽ ഒരു ബഹുമാനക്കുറവല്ല അവളുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അത് ലാലേട്ടനോടുള്ള ബഹുമാനക്കുറവല്ല, പക്ഷെ ഈ പറയുന്ന ജിൻഡയോടുള്ള ദേഷ്യമാണ്. പക്ഷെ അത് ലാലേട്ടൻ നിൽക്കുമ്പോൾ അത് പ്രകടിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശരി. അപ്പോ ഇവിടെ നിന്റെ ഏരിയയുടെ പ്രശ്നം, നീ വന്ന ഏരിയയുടെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ അവിടെ ആർക്ക് പൊള്ളുന്നുണ്ട്? അവിടെ ഈ പറയുന്ന നീ ഇത് തീർന്നെന്ന് പറഞ്ഞ അപ്പം തന്നെ എന്ത് പറയുന്ന റസ്മിൻ ഭായ് എടുത്തടിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമുണ്ടാകുന്നു. ജിൻഡോ പറഞ്ഞ കേസിൽ തന്നെ ജിൻഡോ ഉറച്ചു നിൽക്കുന്നുണ്ട്. ജിൻഡോ എന്ന് പറയുന്നത് ശരി തന്നെയാണ്, ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ, നിന്റെ ഏരിയ അങ്ങനെ ആയതുകൊണ്ടാണ് നീയും ഇങ്ങനെ ആയിപ്പോയത് എന്ന് വീണ്ടും പറയുന്നത്. അതിന് ഒരു കാരണം കൂടി പറയുന്നത്, ഞാൻ അവിടെ ബോഡി ബിൽഡിംഗിന് എന്തോ ഒരു കോമ്പറ്റീഷന് പോയപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടി, അവിടെ നിന്ന് എനിക്ക് തിരിച്ചു വരാൻ പോലീസ് പ്രൊട്ടക്ഷന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ജിൻഡോ പറയുന്നു. അതിന് റസ്മിൻ പറയുന്ന മറുപടി, അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാവാം എന്നുള്ള മറുപടി പറയുന്നു. അതിനിടയ്ക്ക് കൂടി നമ്മുടെ ചൊറിയനായ അല്ലെങ്കിൽ കാമവ്രിയനായ നമ്മുടെ പരിശുദ്ധ കാമുകനായ നമ്മുടെ ഗബ്രി ഇതിന്റെ ഇടയിൽ തലയിടുന്നു. ജിൻഡോയെ പലതരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അധിക്ഷേപിക്കുന്നു. ജിൻഡോയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിൻഡോ ഇവിടെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നുണ്ട്, ഒക്കെ ശരി തന്നെയാണ്, ജിൻഡോ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അത് ഒരു രാജാവ് എന്നുള്ള നിലയിലേക്ക് പോയി ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതൊരു രാജാവ് എന്നുള്ള നിലയിലേക്ക് ഇവരെല്ലാരും കൂടി ഒറ്റപ്പെടുത്തിക്കൊണ്ടൊരു രാജാവ് എന്നുള്ള നിലയിലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ജിൻഡോ അവിടെ പറയുന്ന അമ്മാതിരി കള്ളങ്ങളാണ് ജിൻഡോ പറയുന്നത്. ഈ പറയാതിരിക്കാൻ പറ്റും, ചില സമയത്തൊക്കെ നമ്മൾ ഓവറായി പോകും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഒരുപാട് കള്ളങ്ങൾ, നാക്കെടുത്ത ഓരോ നിമിഷവും ഓരോ കള്ളങ്ങൾ. ഇവിടെ പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ഇന്ന് വന്ന് പറഞ്ഞ ആദ്യത്തെ കള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ക്യാപ്റ്റന് ചായ കൊടുത്തില്ല. അതായത് നമ്മുടെ ജാൻമണി വന്നൊരു ചായ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തില്ല എന്ന് അത് നമ്മുടെ ക്യാപ്റ്റൻ ആദ്യം അങ്ങനെ ചെയ്ത് ശരിയല്ല എന്ന് ജിൻഡോ പറഞ്ഞു. പക്ഷേ ഈ ജിൻഡോ ഉൾപ്പെടെ അവൻ പറഞ്ഞ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ ജിൻഡോ ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്ത ജിൻഡോയാണ്. ഇവിടെ വന്നിട്ട് എന്ത് പറഞ്ഞു, ഞാൻ ക്യാപ്റ്റനാണ് അതിന് കുറ്റം, ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല എന്നൊരു വലിയൊരു കള്ളം പറഞ്ഞു. അങ്ങനെ കള്ളം പറയുമ്പോൾ ഒബ്വിയസ്ലി അപ്പുറത്ത് നിൽക്കുന്നവർക്ക് ദേഷ്യം വരും. അവർ അങ്ങോട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ അവർ പ്രതികരിക്കും. ഒന്ന്. രണ്ടാമത് മറ്റൊരു കള്ളം പറയുന്നുണ്ട്. ഈ പറയുന്ന അർജുനെ ക്യാപ്റ്റൻസിയിലേക്ക് എടുത്തത് നീ അടുത്ത വട്ടം പുറത്തു പോകും എന്ന് കരുതിയാണ് ഞാൻ എടുത്തത് എന്നൊരു കള്ളവും പറഞ്ഞു. അതുകൊണ്ടല്ല അവരെടുത്തത്. നമ്മൾ കണ്ടല്ലോ ക്യാപ്റ്റൻസിയില് അല്ലെങ്കിൽ ഈ പറയുന്ന പവർ ടീമിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് അർജുൻ ഇതിലേക്ക് കയറ്റിയത്, അവരുടെ ഡിസ്കഷനൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അവിടെയും വലിയൊരു കള്ളം പറയുന്നത് താൻ ജയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവൻ മുമ്പ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, എന്റെ നിലനിൽപ്പിനെതിരായിട്ട് വിലങ്ങായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതെന്റെ പെറ്റതള്ളയോ ഈ പറയുന്ന മോഹിച്ച പെണ്ണോ അങ്ങനെ എന്തോ പറഞ്ഞല്ലോ, ആരായാലും ഞാൻ തട്ടിക്കളയും എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെയാണ് പുള്ളിയുടെ പ്രവർത്തനം. അപ്പം പുള്ളി ഓരോരുത്തരെയും ഇങ്ങനെ കള്ളം പറയുകയും ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ, ഒരുപാട് ഇതുപോലുള്ള മാവിട്ട വാക്കുകൾ പറയുന്നുണ്ട്. അത് നമുക്ക് ഇല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെല്ലാരും കൂടി ഇങ്ങേരുടെ മേലിലോട്ട് കയറും. പക്ഷെ കയറുമ്പോൾ കുറച്ച് ഓവറായി പോകുന്നു എന്നുള്ളതും സത്യം തന്നെയാണ്. പക്ഷെ അവർ വെറുതെ അല്ല കയറുന്നത്. നമ്മൾ തന്നെ ആ വീട്ടിൽ നിന്നാലും നമുക്കെതിരെ ഇങ്ങനെ പച്ചക്കള്ളം വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യും, ആ പുള്ളിയുടെ അടുത്ത് തർക്കിച്ച് കയറും, അല്ലെ കയർക്കും അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് കൊണ്ട്, അല്ലെങ്കിൽ അവിടെ നടന്ന ഡിസ്കഷൻ പുറത്ത് പറഞ്ഞത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, ജിൻഡോയ്ക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നു. ഇന്നത്തെ ഫ്ലോർ ക്ലീനിങ് ആര് ചെയ്യണമെന്ന് ഈ പറയുന്ന ജിൻഡോ ചെയ്യണമെന്ന് ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നു. ഈ പറയുന്ന നോറ എന്ത് ചെയ്യുന്നു, അത് ബോർഡിൽ വന്ന് എഴുതിയിരുന്നു. ഇതിനിടയ്ക്ക് നോറ ഈ പറഞ്ഞ് ഭയങ്കര ഫ്രസ്ട്രേറ്റ് ആവുന്നുണ്ട്. താൻ ആരോടോ പറയാനുള്ള മറ്റവനെ മറിച്ചവനെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നേരെ അവിടെ ഒരു വലിയൊരു ബഹളവും കാര്യങ്ങളൊക്കെ പിന്നെ നടത്തുകയും ബാത്റൂമിനകത്ത് പോയി ജിൻഡോയെ പന്നി എന്ന് വിളിക്കുകയും ആര് ചെയ്യുന്നുണ്ട്, റസ്ബിൻ ചെയ്യുന്നുണ്ട്. അവിടെ കിടന്ന് അലറി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് ഓവർ ആക്ടിംഗ് അല്ലെ, ഓവർ ഷോ അല്ലേ എന്ന് എനിക്ക് തോന്നി. അവിടെ നിന്ന് പന്നിയെന്ന് വിളിച്ചു ജിൻഡോയിനെ. ഓക്കെ. അതിനുശേഷം ഇവർ ഫ്ലോർ ക്ലീനിങ്ങിന് കൊടുത്തതിന് ശേഷം ജിൻഡോ ഫ്ലോർ ക്ലീനിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് അവിടെ ഒരു വാഴയായിട്ട് നല്ല നെടുന്തൂണായ ഒരു വാഴയുണ്ട്. അത് മറ്റാരുമല്ല, ഈ ഞാൻ പറയുന്ന അർജുനാണെന്ന് പറയും. അർജുൻ എന്തിനാണെന്ന് എനിക്കറിയില്ല. വെറുതെ വാഴയുടെ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഈ പറയുന്ന റസ്ബിനോട് പറഞ്ഞു കൊടുക്കുന്നത്, നീ ഒരു കാര്യം ചെയ്യ്, എന്തെങ്കിലും എടുത്ത് അവന് കൂടുതൽ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേസ്റ്റ് എന്തെങ്കിലും എടുത്തിടാൻ പറയുന്നു. ഇത് കേട്ട റസ്ബിൻ കേൾക്കാത്ത പാട് ഓടിച്ചെന്ന് അവിടെ ഇരുന്ന ഈ മുട്ട പൊട്ടിച്ചൊട്ടതും ചീഞ്ഞതുമായ സാധനങ്ങളെല്ലാം ഫ്ലോറിലേക്ക് കൊണ്ട് വലിച്ചെറിയുന്നു. വലിയൊരു തെറ്റാണ് അവിടെ ചെയ്തത്. അവർക്ക് പണിഷ്മെന്റ് കൊടുത്തു. പക്ഷെ അതിന് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ജിൻഡോയ്ക്ക് പിന്നെ വേണമെങ്കിൽ പറയാൻ എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാമായിരുന്നു. അവിടെ ജിൻഡോ മറ്റൊരു കളി കളിച്ചു. ജിൻഡോ ഉടനെ എന്ത് ചെയ്തു, അതും കൂടി ഞാൻ ചെയ്യാം, അവരെന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു എന്ന് വരുത്തി തീർക്കാമെന്നുള്ള രീതിയിൽ ജിൻഡോ അതിനെ മറ്റൊരു രീതിയിലേക്ക് എടുക്കുന്നു. ഇവിടെ റസ്ബിൻ കൊണ്ട് ഇതുപോലെ മുട്ടത്തോടും കാര്യങ്ങളൊക്കെ വേസ്റ്റ് കൊണ്ടിടുമ്പോൾ അവിടെയുള്ള വീട്ടുകാർ അതിനെ എതിർക്കുന്നു. വീട്ടുകാർ പറഞ്ഞാൽ അത് പറ്റത്തില്ല, ഇവിടെ നമ്മളിപ്പോൾ തൂത്തിട്ട് നിങ്ങൾ ഈ വേസ്റ്റ് കൊണ്ടിട്ട് നമ്മുടെ ഫ്ലോർ മൊത്തം ഇല്ലാതാകുമെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് റസ്ബിൻ മനസ്സിലാക്കുന്നു. പക്ഷെ ആ സമയത്ത് തന്നെ അർജുൻ പറയുന്ന മറ്റൊരു കേസുമുണ്ട്. അവൾ എന്താണ് പവർ ടീമിലെ അംഗമാണ്, അവൾക്ക് എന്തും ചെയ്യാമെന്ന് ഒരു ഈ പറയുന്ന അർജുൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ വാഴ അവിടെ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ക്രൂ കയറ്റി. അതായത് ഇതിന്റെ തുടക്കം ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അർജുനായിരുന്നു. ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന നമ്മുടെ ജിൻഡോ വന്ന് ആ ഒരു ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ആ സമയത്ത് എന്ത് ചെയ്യും, റസ്ബിനും ഈ പറയുന്ന പിന്നെ അർജുനും കൂടി അവന് തടസ്സമായിട്ട് നിൽക്കുന്നു. അവിടെ വെച്ച് വീണ്ടും വാക്കുതർക്കം ഉണ്ടാക്കുന്നു. അതിന്റെ ഇടയിലേക്ക് ഗബ്രി ഇടപെടുന്നുണ്ട്. ഗബ്രിയും അവനുമായിട്ട് ഭയങ്കര ഉന്തും തള്ളും ഒക്കെ ആവുന്നുണ്ട്. അപ്പൊ തന്നെ ബിഗ് ബോസ് എന്ത് ചെയ്യുന്നു, അതായത് ജിൻഡോയുടെ കൺട്രോൾ വിട്ടുപോകുന്നു. ജിൻഡോ ഏതാണ്ട് പിന്നീട് തള്ളിപ്പിടിച്ചുകൊണ്ട് ഈ പറയുന്ന ഗബ്രിയെ തള്ളിപ്പിടിച്ചുകൊണ്ട് പോകുന്നു. ഉടനെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിക്കുകയും ജിൻഡോയ്ക്ക് താക്കീത് കൊടുക്കുകയും ചെയ്യും. ജിൻഡോ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ജിൻഡോ പറയുന്നുണ്ട്, എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം, ഞാനിങ്ങനെ എന്നെ ചെയ്യാൻ പിന്നെ അവർ സമ്മതിക്കുന്നില്ല, എന്നെ വിളിച്ച് വാണിംഗ് കൊടുത്തതുപോലെ അവരെയും വിളിച്ച് വാണിംഗ് കൊടുക്കണം എന്നും. അതിന്റെ കൂടെ മറ്റൊരു കേസും കൂടി ജിൻഡോ പറയുന്നുണ്ട്, ഞാൻ അവരുടെ വീട്ടിലെ അവരുടെ പ്രദേശത്തുകാരല്ലെങ്കിൽ അവിടെ ഏരിയയെ കുറിച്ച് പറഞ്ഞത് തെറ്റായിപ്പോയി, അവരെന്നോട് ക്ഷമിക്കൂ എന്നും പറയുന്നുണ്ട്. ജിൻഡോ എപ്പോഴും ചെയ്യാൻ നിങ്ങൾ കാണാം, എന്ത് തോന്നിയാസവും വിളിച്ചു പറയും, നാക്കിന് എല്ലില്ലാതെ എന്ത് വൃത്തികേടുകളും വിളിച്ചു പറയും. എന്നിട്ട് ക്യാമറയുടെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ പ്രേക്ഷകരോട് എന്ത് ചെയ്യും, കൺവേ ചെയ്ത് ഞാനത് ചെയ്ത് തെറ്റാണ് എന്ന് കൺവേ ചെയ്യുകയും ചെയ്യും. പക്ഷെ ഈ തെറ്റ് ഇവിടെ വന്ന് ഏറ്റു പറയത്തുമില്ല. ഓക്കെ. ഇതാണ് ജിൻഡോയുടെ ഒരു ഗെയിം പ്ലാൻ.
പക്ഷെ അവിടെയുള്ള മത്സരാർത്ഥികൾ അല്ലെങ്കിൽ അവിടെയുള്ള പിന്നെ വീട്ടുകാർ ജിൻഡോയ്ക്ക് നേരെ തിരിയുന്നതിൽ ഒരു തെറ്റ് കാണാൻ പറ്റില്ല. കാരണം അമ്മാതിരി പണിയാണ് ജിൻഡോ അവിടെ ചെയ്ത് കൂട്ടിക്കുന്നത്. ഇങ്ങനെ കള്ളം പറയുകയും എപ്പോഴും അവരെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിൻഡോയാണ്. അതുകൊണ്ട് ഒരു രാജാവ് എന്നുള്ള നിലയിലേക്ക് മാറാൻ ചാൻസ് ഇല്ല. ഇത് വൈൽഡ് കാർഡുകൾ വരുന്നത് വരെയുള്ളൂ. അത് കഴിയുമ്പോൾ ഇതെല്ലാം മാറിപ്പോവും. പിന്നെ റസ്മിന്റെ കരച്ചിൽ കേൾക്കുന്നു. ഈ പറയുന്ന പിന്നെ നോറേനെ തേർഡ് ക്ലാസ് ഇതിനിടയ്ക്ക് വെച്ച് എന്ത് ചെയ്യുന്നു, ഈ ഫൈറ്റ് നടക്കുന്നതിന്റെ ഇടയിൽ നോറ വന്ന് ഇടപെടും. നോറയ്ക്ക് കൈവയ്യ തേങ്ങ വയ്യാതൊന്നും പണിയൊന്നും ചെയ്യാതിരിക്കുന്ന നോറ ഇവിടെ തന്റെ ഒറ്റ സുഹൃത്തായ റസ്മിനെ ഫയർ ചെയ്യുന്നത്, ജിൻഡോ ഫയർ ചെയ്യുന്നത് കണ്ടപ്പോൾ താങ്ങാനാവാതെ നോറ വന്ന് അവിടെ ഇടപെടുന്നു. ആവശ്യമില്ലാതെ നോറ വന്ന് എന്ത് ചെയ്യുന്നു, ജിൻഡോയുടെ അടുത്ത് കോർക്കുന്നു. ഇത് കണ്ടു നിന്ന ഈ പറയുന്ന ആരാണ്, നമ്മുടെ ജാൻമണി തന്റെ ഒറ്റ സുഹൃത്തായ ഈ പറയുന്ന ജിൻഡോയുടെ അടുത്ത് ഈ പറയുന്ന നോറ തട്ടിക്കയറുമ്പോൾ നീ എന്തിന് ഇതിനകത്ത് ഇടപെടുന്നു, നീ അല്ല ക്യാപ്റ്റൻ, ഞാനാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് നോറയും ഈ പറയുന്ന ജാൻമണിയുമായിട്ട് വലിയൊരു ഫൈറ്റ് നടക്കുന്നു. അവിടെ ജാൻമണി പറയുന്നു നീ ഒരു തേർഡ് ക്ലാസ് ആണ് എന്നുള്ളത്. ഈ ജാൻമണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാൻമണി എന്ന് പറഞ്ഞ LGBTQ കമ്മ്യൂണിറ്റിയെ തന്നെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയ ഒരു സാധനമായിട്ടാണ് കാണുന്നത്. ഞാൻ വലിയ സെലിബ്രിറ്റിയാണ്, ഞാൻ എന്റെ തേങ്ങയാണ്, ഞാൻ ഭഗവാനാണ്, നിങ്ങളൊക്കെ തേർഡ് ക്ലാസ് ആണ്, നിങ്ങൾ ആരും എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ധാർഷ്ട്യം ആർക്കുണ്ട്, ഈ പറയുന്ന ജാൻമണിക്കുണ്ട്. നീ ഒരു തേർഡ് ക്ലാസ് ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഞാൻ ശപിച്ച് പലപ്പോഴും ഇതിനു മുമ്പായിട്ട് ഞാൻ ശപിച്ചു കഴിഞ്ഞു, എന്നെ അറിയാമല്ലോ, ഞാൻ ആണുമല്ല, ഞാൻ പെണ്ണുമല്ല, നീ പിന്നെ ഭഗവാനാ, നീ ദൈവോ, ഞാൻ ആരുമല്ല പെണ്ണുമല്ല, ഞാൻ ശപിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഏക്കും എന്നുള്ള രീതിയിൽ ഞാൻ മറ്റേ സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് ആണ് എന്നുള്ള ഒരു ഹുങ്ക്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഈ പറയുന്ന മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഈ നമ്മുടെ ആരാണ് ജാസ്മിൻ അവിടെ ജാനു എന്ന് വിളിച്ചപ്പോ എന്നെ ജാൻ ചേച്ചി എന്ന് വിളിക്കണമെന്ന് അതെന്ത് മനസ്സിലായത്, എന്നെ തന്നെ തമ്പുരാട്ടി എന്ന് വിളിക്കാം, നിങ്ങളെല്ലാം അവരുടെ കണ്ടസ്റ്റന്റ് ആണ്, അവർക്ക് വേണമെങ്കിൽ തന്നെ ജാൻമണി എന്ന് വെച്ചാൽ എത്ര പ്രായമായിട്ട് നമുക്ക് പേര് പറഞ്ഞ് വിളിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ആ പേരിന്റെ കൂടെ വേറെ എന്തെങ്കിലും ചേർക്കണേ ശരിയോ. അപ്പൊ എന്നെ നിങ്ങൾ ബഹുമാനപൂർവ്വം വിളിക്കണം, എന്നെ നീ ചേച്ചി എന്ന് തന്നെ വിളിക്കണം എന്ന് പറയാൻ ജാൻമണിക്ക് അവിടെ അവകാശമില്ല. പേര് പറയുന്നത് എത്രയോ വയസ്സിന് മൂത്ത അവരുടെ പേര് പറയുന്നത് നമുക്ക് പ്രശ്നമില്ല. അതൊക്കെ ഓരോടെ ഇതുപോലെ അതിനൊരു ഡിസ്റെസ്പെക്ട് ആയിട്ട് നമുക്ക് കാണേണ്ട ആവശ്യമില്ല. അവിടെയും താൻ ഒരു സെലിബ്രിറ്റിയാണ്, താൻ എനിക്കിതെന്തോ കൊമ്പുണ്ട്, ഇവിടെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ തന്റെ കൂട്ടത്ത് മത്സരിക്കാൻ വന്നിരിക്കുന്നവരെല്ലാം വെറും വേസ്റ്റുകളാണ്, എന്റെ കാൽ കീഴിലാണ്. അല്ലെ പണ്ടും ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഇവളെ ഏത് റസ്മിനെ കുറിച്ച് ഇവളെ ഏത് കോമഡർ ഒന്നും എന്റെ നേർക്ക് നിന്ന് സംസാരിക്കാറായില്ല, അങ്ങനെ എന്റെ നേർക്ക് വന്ന് ഞാൻ അവരെ കാലിന്റെ അടിയിട്ട് ചവിട്ടി ഇരയ്ക്കും എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൂടി ജാൻമണിയെ നമുക്ക് വായിച്ചെടുക്കാം. ജാൻമണി എന്ന് പറഞ്ഞാൽ പക്ക ഒരു ഫ്രോഡാണ്, മനസ്സിലായോ. ഒരു രീതിയിലും ജാൻമണിയെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇമാതിരി ഈ പറയുന്ന സംഭവങ്ങൾ കൊണ്ട് നടന്ന ജാൻമണി ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. കൂടുതൽ അങ്ങോട്ടേക്ക് അഹങ്കരിക്കരുത്. ഈ പറയുന്ന LGBTQ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഒരുവിധം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നത്, അതിൽ നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരും വന്ന് ഇതുപോലുള്ള ഹുങ്കുകളും അഹങ്കാരങ്ങളും കാണിക്കുമ്പോഴാണ് ഈ LGBT കമ്മ്യൂണിറ്റിക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കുന്നത്. അതിനെ നിങ്ങൾ ഇടവരുത്തരുത് എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഈ അടിയൊക്കെ നടക്കുമ്പോൾ ഈ ഞാൻ പറഞ്ഞ അർജുൻ എന്ന് പറയുന്ന ഒരു വാഴ, അവരെ കൂട്ടത്ത് വേറെ 2 വാഴകളുണ്ട്. ഈ പറയുന്ന മറ്റൊരു അൻസിബയും ഈ പറയുന്ന സീതുവും. ഇത്രയും വലിയ അടി നടക്കുന്നു. ഈ അൻസിബയും സീതുവും നമുക്ക് കാണാൻ സാധിക്കും റൂമിനകത്തിരുന്ന് അടി കണ്ടുകൊണ്ടിരിക്കുന്ന 2 വാഴകൾ. റൂമിനകത്തിരുന്ന് അടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ റൂമിനകത്തുനിന്ന് ഇറങ്ങുക പോലും ഇല്ല. കണ്ണാടിക്കകത്തൂടെ നോക്കി ഒരു കമാന്നൊരക്ഷരം മിണ്ടത്തുമില്ല. ഈ റൂമിനകത്തിരുന്ന് പരദൂഷണ കമ്മിറ്റിയുടെ ചെയർമാനായി സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്ന അൻസിബയും ഈ പറയുന്ന ശ്രീതു അവിടെ എന്തിനാണ് വന്നത്, എനിക്ക് തോന്നുന്നു ശ്രീതുവിനെയും അർജുനെയൊക്കെ ഒരു ലവ് കോംബോ സെറ്റ് ആവട്ടെ എന്ന് കരുതി എടുത്തത് തന്നെയാണ് അവർ. മനസ്സിലായി, അവരുടെ കണ്ണുകളിൽ അല്ലെങ്കിൽ അർജുന്റെ ആ ചിരിയിലൊക്കെ ഒരു ലവ് അങ്ങ് പൊട്ടി പുറപ്പെടുമെന്ന് ബിഗ് ബോസ് കരുതി അങ്ങനെ എടുത്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് ഇന്നത്തെ ടാസ്ക് ആയിരുന്നു അലക്ക് കമ്പനി എന്ന് പറയുന്ന ടാസ്ക്. അതായത് ബിഗ് ബോസ് മറ്റൊരു നിയമം കൊണ്ടുവന്നു. അതായത് നിങ്ങൾ ഈ 3-4 ടീമുകളും തമ്മിൽ എന്ത് ചെയ്യണം, പരസ്പരം മത്സരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ മാർക്കുള്ള ടീമിന് എന്ത് കിട്ടും, ക്യാപ്റ്റൻസി. ആ ടീമിൽ നിന്നായിരിക്കും ഒരു ക്യാപ്റ്റൻ ഉണ്ടാവുന്നത്. ആ ക്യാപ്റ്റനായിരിക്കും അടുത്ത
പവർ ടീമിനെ സെലക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു സംഭവം കൂടി എടുത്തിട്ടിട്ട് അലക്ക് കമ്പനി, നമുക്ക് പണ്ടറിയാലോ അലക്ക് കമ്പനി എന്നുള്ള ഒരു ടാസ്ക് കൊടുക്കുന്നു. അതിനകത്ത് ഇവർ അലക്കുക, തേക്കുക, പിടിക്കുക, അങ്ങനെ കൊണ്ടുവരിക എന്നൊക്കെ ചെയ്യുന്നു. അങ്ങനെ ജാസ്മിന്റെ ടീം കൊണ്ടുവന്ന് ജിൻഡോ ആയിരുന്നു ക്വാളിറ്റി ചെക്കിന് വേണ്ടി. ജിൻഡോ അത് വലിയ തെറ്റെന്ന് പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നു, കാരണം അവരെ അങ്ങനെ അലക്കിയിരിക്കുന്നത് അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ ഈ പറയുന്ന നെക്സ്റ്റ് ടീമിലുള്ള ശരണ്യ ഉൾപ്പെടുന്ന നെക്സ്റ്റ് ടീം വളരെ കൃത്യമായിട്ട് അലക്കുകയും വളരെ കൃത്യമായിട്ട് അത് തേച്ച് മടക്കി കൃത്യമായിട്ട് കൊണ്ടുവരികയും ചെയ്തു. അവിടെ ഈ പറയുന്ന ആരാണ്, നമ്മുടെ ഗബ്രി ആയിരുന്നു അവരുടെ ക്വാളിറ്റി ചെക്കർ. അവൻ നല്ല രീതിയിൽ 6 മാർക്കോട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് ടീം ഫസ്റ്റും ഈ പറയുന്ന ജിൻഡോയ്ക്ക് വെറും 2 പോയിന്റാണ് കിട്ടിയത്. 3rd പൊസിഷനിലേക്ക് വരുന്നു. ബാക്കി 2 ടീമുകളും 2nd പൊസിഷനിലേക്ക് വരികയും ചെയ്യുന്നു. ഇതിനിടയിൽ ഈ ഗബ്രിയും ഈ പറയുന്ന ക്വാളിറ്റി ചെക്കിനിടയിൽ ഈ പറയുന്ന ആരാണ്, നമ്മുടെ ജിൻഡോ പറഞ്ഞ കുറെ ഡ്രസ്സുകളെ മാറ്റി വിടുന്നു. 3 മാത്രമാണ് അവൻ ടെക്ക് മാർക്ക് അല്ലെങ്കിൽ പിന്നീട് അപ്രൂവൽ കൊടുത്തത്. ബാക്കിയെല്ലാം എന്ത് ചെയ്യുന്നു, ഡിസ്ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. അവിടെ ഇവർ തമ്മിൽ ഇവനെ ഭയങ്കര വാക്കുതർക്കമുണ്ടാകുന്നു. അവിടെ ചെറ്റയെന്ന്, ഇമാതിരി ചെറ്റയൊക്കെ ആരാണ് ജഡ്ജായിട്ട് വെക്കുന്നതെന്ന് ഗബ്രി ചോദിക്കുന്നു. അതിന് തിരിച്ചടിച്ചു, നീ ചെറ്റയെന്ന് നീ നിന്റെ തന്ത്യാനെ പോയി നിന്റെ തന്തയെ വിളിച്ചാൽ മതി എന്ന് ആര് പറയുന്നു, നമ്മുടെ പിന്നീട് ഈ ജിൻഡോ. അതാണ് പറയുന്നത്, ഈ പറഞ്ഞ ചെറ്റയെന്ന് വിളിച്ചത് അവൻ വിളിച്ച തെറ്റ് തന്നെയാണ്. ഈ പറയുന്ന ഗബ്രി ഒരാളെ അവിടെ ചെറ്റയെന്ന് വിളിച്ച തെറ്റ്, അതിനെ അവനെ വിളിക്കുക. അവിടെ വീട്ടിലിരിക്കുന്നവർ വിളിക്കുമ്പോഴാണ് അവിടെ അർത്ഥം മാറുന്നത്. അതാണ് ജിൻഡയ്ക്ക് പറ്റുന്ന തെറ്റ്. മനസ്സിലായില്ലേ? ജിൻഡയുടെ ഭാഗത്ത് ചില ന്യായങ്ങളുണ്ട്. പക്ഷെ ആ ന്യായങ്ങളുടെ കൂടെ ഇവന് കുറെ തെറ്റുകളും കുറെ കള്ളങ്ങളും കുറെ വിവരക്കേടും വിളിച്ചു പറയുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. നമുക്ക് വീണ്ടും കാണാം. ഈ പറയുന്ന വൈൽഡ് കാർഡുകൾ വരുന്നുണ്ട്. നാളത്തെ വീഡിയോയിൽ വൈൽഡ് കാർഡ് ആരൊക്കെയാണെന്ന് നമ്മൾ വെളിപ്പെടുത്തുന്നതായിരിക്കും. ജയ് ഹിന്ദ്.